ഹായ് ഫ്രണ്ട്സ്, വിജയ് ഫാഷൻ ബൂട്ടിക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു യൂണിഫോം കോട്ടാണ്. അത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കോട്ടാണ്. അപ്പോൾ നമുക്കിതിനെ രണ്ടായിട്ട്, ഇത് ഫ്രണ്ട് പാർട്ടാണ് ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിതിന് നമുക്കിതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഹൈറ്റ് വന്നിട്ട് 26 ആണ് ഹൈറ്റ്. അപ്പോൾ സീം അലവൻസോടെ ചേർത്ത് 28 ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ഹൈറ്റ് വേണ്ടിയത്, ആ ഹൈറ്റ് നിങ്ങൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഓപ്പൺ പാർട്ടാണ്. ഇവിടെ ഇത് ഫ്രണ്ട് പാർട്ടായതുകൊണ്ട് ഇത് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ആ 2 ഇഞ്ച് ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ 2 ഇഞ്ചിന് ഒരു 3 ഇഞ്ച് നമ്മൾ നെക്ക് വിട്ട് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് നെക്ക് ലെങ്ത് കൊടുക്കണം. ഇതൊരു ബേസിക് മെഷർമെൻ്റാണ്. കോളേജ് +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു മെഷർമെൻറ്റ് മതി. 4 ഇഞ്ച് നെക്ക് വിട്ട് മാർക്ക് ചെയ്തു. ഇതിൽ നിന്ന് നമ്മളൊരു 7.5 ഇഞ്ച് ഷോൾഡർ ഇതിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഈ അറ്റത്ത് നിന്ന് ഇതിന് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ താഴോട്ട് ആം ഹോള്, എനിക്കിത് കുറച്ച് വണ്ണമുള്ള ആളായതുകൊണ്ട് ഞാനിതൊരു 8 ഇഞ്ച് എടുക്കുവാണ്. നല്ല വണ്ണമുള്ള, ജസ്റ്റ് റൗണ്ട് നല്ല വണ്ണമുള്ള ആളാണ്. അപ്പോൾ ഞാൻ 8 ഇഞ്ചാണ് എടുക്കുന്നത്. 8 ഇഞ്ച് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളൊരു 3 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തു. ഈ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ലൈൻ നമ്മളിങ്ങോട്ട് നേരെ നീട്ടി വയ്ക്കും. ഇങ്ങനെ ഇവിടുന്ന് ഫസ്റ്റ് 2 ഇഞ്ച്, അടുത്ത് നെക്ക് വിട്ട് 3 ഇഞ്ച്, നെക്ക് ലെങ്ത് 4 ഇഞ്ച്. ഓക്കെ, അടുത്ത് വന്നിട്ട് ആം ഹോള് 8 ഇഞ്ച്. നിങ്ങൾക്ക് വണ്ണം കുറഞ്ഞിട്ട് നിങ്ങൾ ചെസ്റ്റ് അളവ് വെച്ചിട്ടാണ് നിങ്ങൾ 7 ഇഞ്ച് 6.5 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് വണ്ണമുള്ള ആളായതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ച് കൊടുത്തത്. എന്നിട്ട് ഈ ലൈൻ നമ്മൾ നീട്ടി ഇവിടെ കൊടുത്തിരിക്കുന്നില്ലേ, ലൈൻ നീട്ടി ഇങ്ങോട്ട് വരച്ചു വിടണം. അത് മെഷർമെൻ്റ് ഒന്നുമില്ല, നീട്ടി വരച്ചു വിട്ടാൽ മതി. ഇതിൽ നിന്ന് താഴോട്ടൊരു 3 ഇഞ്ച്, ഇതിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. ഈ 1 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോളറിനവിടെ ഇത് ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ മടങ്ങി വരുമല്ലേ, അതിനെ ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ വരച്ചിട്ട് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഇതിനെ നമ്മൾ നേരെ താഴേക്ക് നീട്ടി വരയ്ക്കും. ഇതിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 1 ഇഞ്ച് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി നെക്കിൻ്റെ ഇത് നമ്മൾ തന്നെയാണ് വെച്ചാൽ ഈ ഒരു ലൈൻ കറക്റ്റ് എങ്ങനെ വെച്ചിട്ട് റൗണ്ട് ഒന്നും വേണ്ട, നമുക്ക് ഒരു വി നെക്ക് അങ്ങനെ വരച്ചിട്ടാൽ മതി. ഇങ്ങനെ വി നെക്ക് കൊടുത്താൽ മതി. ഇനി ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് നമുക്കൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കൊടുത്തിട്ട് അതിനെ നമുക്കൊന്ന് കൈറ്റ് ചെരിച്ച് വരച്ചു. അത്ര നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് എന്നാൽ ഇതാ ഈ ഒരു ലൈനാണ്, ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഓയിലാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് മെഷർമെൻറ്റ് നിങ്ങളുടെ അളവിൽ നിങ്ങൾ കൊടുത്തിട്ട് ചെരിച്ചിങ്ങനെ വരയ്ക്കണം. ആ സ്റ്റെൻഡിന് ലൈറ്റ് ഒരു ചെരിച്ചിങ്ങനെ ഒരു വേണം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ അളവാണ്. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അളവിൽ തന്നെ
ചെരിച്ച് കറക്റ്റ് കട്ട് ചെയ്യണം. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യണം. ബാക്ക് പീസിന് വേണ്ടിയിട്ട് നമ്മളിത് ഇനി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത്, ഇത് ഫോൾഡ് പീസാണ്, ഫോൾഡാണ്. ഫ്രണ്ടിനാണ് നമ്മൾ ഓപ്പൺ കൊടുക്കേണ്ടത്, ബാക്ക് പീസിൽ ഫോൾഡ് പീസാണ് വരും. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തല്ലേ ഇതിനെടുത്ത് ഇതിൽ കറക്റ്റാണ് വെക്കണം. അത് പക്ഷെ വെക്കുമ്പോൾ ഈ ഒരു പീസ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതിനെ കറക്റ്റ് എൻഡിൽ കൊണ്ടുവരണം, ഇതിൽ വെക്കണം. ഈ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ഈ ലൈൻ കറക്റ്റ് ഇതിൽ വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പാർട്ട് നമുക്കിത് അടിച്ചുള്ളിലേക്ക് പോകേണ്ട പീസാണ്, കണ്ട ഉള്ളിലേക്ക് പോകേണ്ട പീസ്. സോ ഇതിനെ നമ്മൾ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് നെക്ക് വിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ നെക്ക് വിട്ട് മാർക്ക് ചെയ്തിട്ട് ബാക്കിൽ വന്നിട്ട് നമുക്ക് കോളറല്ലേ വരും, അപ്പോൾ അതിൽ നിന്നൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ലൈറ്റ് ഇങ്ങനെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വളച്ചരും വളം. എന്നിട്ട് ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് അത് മാത്രം തന്നെ ബാക്കിലുള്ള ചേഞ്ച്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കറക്റ്റ് അതേ പീസ് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം ഫ്രണ്ട് പാർട്ടിന്. ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കറക്റ്റായി മാർക്ക് ചെയ്തെടുക്കും. എടുത്തിട്ട് നമ്മളതിന് അതേ ഇത് അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ബാക്ക് പീസ്. ഫ്രണ്ട് പാർട്ടും ഫ്രണ്ട് പീസും ബാക്ക് പാർട്ടും ആയി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോളർ കൊടുക്കേണ്ട സെൻറ്റർ പാർട്ടല്ലേ ബാക്കിൽ, അതുകൊണ്ട് അവിടെ ലൈറ്റ് ഒരു കട്ടിങ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലേ ഇവിടെ നമുക്ക് ഇത് മടക്കി അടിക്കണം, അതിലവിടെ ഒരു കട്ടിങ് കൊടുക്കാം. അപ്പോൾ ഈ ഇത് മാർക്ക് ചെയ്തതിൽ ഇവിടെ ഒരു കട്ടിങ്, അപ്പോൾ നമുക്ക് തയ്ക്കാൻ എളുപ്പമാണ്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമായി. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ 2 എണ്ണം ഇവിടെ 2 പീസ് അടിച്ച് മറിക്കാൻ വേണ്ടി വേണം. അതിന് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ബാലൻസ് ഉള്ള പീസിന് 2 മടക്കി വെച്ച് നമുക്ക് തികയും അറിയില്ല, തികയുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് ഫുൾ അതിൽ വയ്ക്കണം, അപ്പോൾ തന്നെ നമുക്കതിന് പീസ് കറക്റ്റായിരിക്കും. വെച്ചിട്ട് നമുക്കതിനെ മാർക്ക് ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചുള്ളോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ബട്ടൺസ് ഒക്കെ കൊടുക്കുമല്ലേ, അപ്പോൾ അതിനൊരു കട്ടി വരണം, തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പീസിനെ ഇങ്ങനെ എടുക്കുന്നത്, വെട്ടിയെടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ വെട്ടിയിടാം, സെയിം അതേ ഇതിൽ തന്നെ വെട്ടിയിടാം. ഇതിന് ഇവിടെ ഹൈറ്റ് ബാലൻസ് ഇല്ല, പിന്നെ ഇങ്ങോട്ട് കളയാം.
ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തല്ലോ, പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ 2 പീസ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. ഈ പീസ് ഇതാ ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതാ ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എടുത്തിട്ട് നമ്മളിവിടെ ഇടയിൽ ഓരോ കട്ട് കൊടുത്തിട്ട് ഇതിനപ്പുറത്ത് മറിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് പിന്നെ അതിനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ പീസുകളെല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്, കട്ടിങ് പീസെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ അവിടെ ക്രോസ് പീസ് വേണം. ഇവിടെ നമുക്ക് ക്രോസ് പീസ് വേണം. ആ ക്രോസ് പീസിനുള്ളതിന് ബാലൻസ് നമ്മുടെ ഇത് ഫ്രണ്ട് 2 പീസ് ഫ്രണ്ട്, ഇതൊരു ബാക്ക് പീസ്. നമുക്കിതിന് ക്രോസ് പീസ് വേണം. അപ്പോൾ നമുക്ക് ബാലൻസ് ഇത്രയും പീസ് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്കിതിന് കോളറിന് വേണം നമുക്ക് മെയിനായിട്ട്. കോളറിന് വേണ്ടിയതുകൊണ്ട് നമുക്ക് ഈ പീസ് മാറ്റി വെച്ചിരിക്കാം. കോളറിന് നമുക്ക് കുറച്ച് തുണ്ട് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്രോസ് പീസിനാണ് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് തുണ്ട് പീസുകൾ വരുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ക്രോസ് പീസ് അളന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ 2 ഇഞ്ച് കൊടുത്ത് കട്ട് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ 2 ഇഞ്ച്. അപ്പോൾ നമുക്ക് കുറച്ച് വീതിക്ക് വരും. അതായത് 2 ഇഞ്ച് എടുത്താൽ തന്നെ നമുക്ക് കറക്റ്റ് അത് അളവ് കിട്ടുന്നുണ്ട്. തുണി ക്രോസായിട്ടാണ്, നേരായിട്ടല്ല ക്രോസായിട്ടിട്ട്. എന്നിട്ട് ഈ പീസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എടുത്ത് വെട്ടാം. ഇല്ലെങ്കിൽ അളവ് നമുക്കൊരു ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് വെട്ടാം. ഷോൾഡറിന് നമുക്ക് ആം ഹോളിന് നമുക്ക് ക്രോസ് പീസാണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു 4 പീസ് ഉണ്ടാക്കാം. പിന്നെ ഇത് നമ്മൾ വെച്ചിരിക്കണം. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഈ കോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് സഹായിക്കാം. അപ്പോൾ ഇതാ കോളർ പീസ്, ക്രോസ് പീസ്, ബാക്ക്, ഫ്രണ്ട് 2 പീസ്, ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.